നമസ്കാരം, മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം. എന്തിനാണ് നമ്മുടെ ഭരണകൂടം ബുദ്ധിജീവികളെ ഭയക്കുന്നത്? ശബ്ദമുയർത്തി സത്യങ്ങൾ തുറന്നു പറയുകയും സാധാരണ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ വാ മൂടിക്കെട്ടാൻ ശ്രമിക്കുന്നത്. ഭീമ കൊറേഗാവിൽ 2018 ജനുവരി 1 നടന്ന അക്രമ സംഭവങ്ങളെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അക്രമത്തിൽ പങ്കുണ്ടെന്നാരോപിച്ച് കഴിഞ്ഞ ജൂണിലും ഓഗസ്റ്റിലുമായി നടന്ന പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകരുടെ അറസ്റ്റും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. എന്നാൽ അക്കൂട്ടത്തിലേക്ക് പുതിയൊരു അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആനന്ദ് തെൽതുംദെ. ആരാണ് ഈ ആനന്ദ് തെൽതുംദെ? IIT പ്രൊഫസർ, BPCLന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, പ്രോട്ടോനൈറ്റിന്റെ മുൻ MD, 26ഓളം പുസ്തകങ്ങളുടെയും നിരവധി ലേഖനങ്ങളുടെയും രചയിതാവ്, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ വീക്കിലികളിലെ കോളമിസ്റ്റ്, ജാതി, വർഗം, രാഷ്ട്രീയം എന്നിവയെക്കുറിച്ച് മൗലിക ചിന്താഗതിയുള്ള ബുദ്ധിജീവി, വിദ്യാഭ്യാസ മനുഷ്യാവകാശ പ്രവർത്തകൻ എന്നിങ്ങനെ പറയാനാണെങ്കിൽ ഒട്ടനവധി വിശേഷണങ്ങളുണ്ട് ആനന്ദ് തെൽതുംദെക്ക്. പക്ഷേ ഇന്ന് അദ്ദേഹം വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് അർബൻ മാവോയിസ്റ്റ് എന്ന ആരോപണം ചുമത്തപ്പെട്ടാണ്. അടുത്തിടെ ആനന്ദ് തെൽതുംദെ താൻ ഇനി പുറം ലോകം കണ്ടേക്കില്ല എന്നൊരു ഭീതി ലോകത്തിനോട് പങ്കുവച്ചിരുന്നു. അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇന്ന് രാവിലെ മുംബൈ എയർപോർട്ടിൽ വെച്ച് പൂനെ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും പ്രത്യേക കോടതിയിൽ ഹാജരാക്കുമെന്ന് ASP ശിവാജി പവാർ അറിയിക്കുകയും ചെയ്തു. ജനുവരി 14 സുപ്രീം കോടതി 4 ആഴ്ചത്തേക്ക് തെൽതുംദെക്ക് അറസ്റ്റിൽ നിന്നും പരിരക്ഷ നൽകിയിരുന്നു. കേസ് പരിഗണിക്കുന്ന കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കാനും കോടതി തെൽതുംദെക്ക് അനുമതി നൽകിയിരുന്നു. ഫെബ്രുവരി 11 വരെയാണ് സുപ്രീം കോടതി തെൽതുംദെക്ക് അനുവദിച്ച സംരക്ഷണ കാലാവധി. സുപ്രീം കോടതിയുടെ സംരക്ഷണം നിലനിൽക്കെയാണ് പൂനെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തെൽതുംദെക്കെതിരെ മതിയായ തെളിവുകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പൂനെ കോടതി ഇന്നലെ തള്ളിയിരുന്നത്. കാഞ്ചെ എലയ്യ, അരുന്ധതി റോയ് തുടങ്ങിയ സാംസ്കാരിക മേഖലയിലെ നിരവധി പ്രമുഖർ തെൽതുംദെക്കെതിരെയുള്ള പോലീസ് വേട്ട അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ രംഗത്തെത്തിയിരുന്നു. തെൽതുംദെക്കെതിരെയുള്ള കേസ് കെട്ടിച്ചമച്ചതാണെന്ന് ആരോപിച്ച് അംബേദ്കർ സംഘടനകളും രംഗത്തെത്തിയിരുന്നു. ഭീമ കൊറേഗാവിൽ 2018 ജനുവരി 1 നടന്ന റാലിക്കിടെ മറാത്തികളും ദളിതരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ പങ്കുണ്ടെന്നാരോപിച്ച് ഷോമ സെൻ, സുരേന്ദ്ര ഗാദ്ലിംഗ്, മഹേഷ് റൌട്ട്, റോണ വിൽസൺ, സുധീർ ധാവ്ലെ എന്നീ ആക്ടിവിസ്റ്റുകളെ 2018 ജൂണിൽ പൂനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് 2018 ഓഗസ്റ്റിൽ ഗൗതം നവ്ലേക്ക, അരുൺ വെറേറ, ഫെറോൺ ഗോൺസാൽവേസ്, സുധാ ഭരദ്വാജ്, വരവര റാവു എന്നിവരെയും അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ നടന്ന ആനന്ദ് തെൽതുംദെയുടെ അറസ്റ്റും. ഇവർക്ക് മാവോയിസ്റ്റുമായി ബന്ധമുണ്ടെന്നാണ് പോലീസിന്റെ ആരോപണം. എന്തുകൊണ്ടായിരിക്കാം തെൽതുംദെക്കെതിരെ ഇങ്ങനെയൊരു നീക്കം ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്? കൊടും കുറ്റവാളികൾക്ക് പോലും ലഭിക്കുന്ന നിയമാനുസൃതമായ ആനുകൂല്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഒരു സാധാരണ പൗരനെ അയാളുടെ വേറിട്ട സ്വരത്തിന്റെ പേരിൽ ഇല്ലായ്മ ചെയ്യാനാണ് ഭരണകൂടം ശ്രമിക്കുന്നത്. ഇദ്ദേഹത്തെ ഭരണകൂടം ഇത്രത്തോളം ഭയക്കാനുള്ള കാരണം എന്തായിരിക്കാം? ഭരണകൂടത്തെ ആത്മാർത്ഥമായി സേവിച്ചിട്ടും തനിക്കെതിരെ ഉന്നത തലത്തിൽ ഗൂഢാലോചന നടക്കുന്നുവെന്നും വ്യാജ തെളിവുകൾ സൃഷ്ടിക്കുന്നുവെന്നും തെൽതുംദെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വികസിത ഗുജറാത്തിന്റെ സ്രഷ്ടാവായി മോദി സംഘടിപ്പിച്ച പബ്ലിക് റിലേഷൻ പണികളെക്കുറിച്ചും തെൽതുംദെ ഒരു ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ അണ്ണാ ഹസാരെയെക്കുറിച്ചും ഇദ്ദേഹം തന്റെ ലേഖനങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. അണ്ണാ ഹസാരെയുടെ സമരങ്ങളും അഴിമതി വിരുദ്ധനായ രക്ഷകൻ എന്ന പരിവേഷവും ഒരു പരിധിവരെ മാധ്യമങ്ങൾ സ്പോൺസർ ചെയ്തതാണെന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഹിന്ദുത്വത്തിന് ചുവടുറപ്പിക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ഹസാരെയും കൂട്ടരും പ്രത്യക്ഷമായോ പരോക്ഷമായോ വഹിച്ച പങ്ക് ചെറുതല്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നവലിബറൽ വിപ്ലവത്തെക്കുറിച്ചും തെൽതുംദെ 2011 എഴുതിയ ലേഖനത്തിൽ വിശദമായി പറയുന്നുണ്ട്. അതിനാൽ തെൽതുംദെക്കെതിരായുള്ള നീക്കങ്ങൾ ദീർഘകാല അടിസ്ഥാനത്തിലാണെന്നുള്ളതും കൃത്യമായ ആസൂത്രണത്തോടുകൂടിയുള്ളതാണെന്നും വ്യക്തമാണ്.